നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം തമിഴ്നാടിനെ ആകെ നടുക്കിയ ആ ദുരന്ത ഭൂമിയിലേക്ക് മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ജോസഫ് വിജയ് എത്തുന്നു. 41 ജീവനുകൾ പൊലിഞ്ഞ കരൂർ ദുരന്തത്തിലെ ഇരകളുടെ കുടുംബങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനാണ് ജൂലൈ 10-11 തീയതികളിൽ അദ്ദേഹം കരൂരിലെത്തുന്നത്. അധികാരമേറ്റ ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ കരൂർ സന്ദർശനമാണിത്. തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകാൻ വിജയ് സർക്കാരിന്റെ തീരുമാനം. വിജയ് നേരിട്ട് നിയമന ഉത്തരവ് കൈമാറും. ഈ മാസം 10-ന് വിജയ് കരൂരിൽ എത്തും. 41 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 2025 സെപ്റ്റംബർ 27-നാണ് ഞെട്ടിച്ച ദുരന്തമുണ്ടായത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് സംഭവം. വിജയുടെ റാലിയിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് ഒത്തുകൂടിയത്. വിജയ് എത്തുന്നതിൽ ഏകദേശം 7 മണിക്കൂറോളം വൈകിയതിനെ തുടർന്ന് ആളുകൾ തടിച്ചുകൂടി. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം എത്തിയതോടെ ജനക്കൂട്ടം ഒരുമിച്ച് മുന്നോട്ട് ഇരച്ചു കയറാൻ ശ്രമിക്കുകയും അനിയന്ത്രിതമായ തിക്കും തിരക്കും ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് 41 പേർ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടത്. തമിഴ്നാടിനെ ആകെ നടുക്കിയ ഈ സംഭവത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ടി.വി.കെ അധ്യക്ഷൻ എന്ന വിജയ് തുടർന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ജോസഫ് വിജയ് അധികാരമേൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യ കരൂർ സന്ദർശനത്തിൽ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 41 പേരുടെ കുടുംബങ്ങളെ അദ്ദേഹം നേരിൽ സന്ദർശിച്ച് അനുശോചനം അറിയിക്കും. ഇതിനു പുറമെ കരൂർ ജില്ലയിൽ നടക്കുന്ന വിവിധ സർക്കാർ പരിപാടികളിൽ മുഖ്യമന്ത്രി വിജയ് പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്താൻ മുഖ്യമന്ത്രി പദ്ധതിയിടുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജൂലൈ 10-11 തീയതികളിലായി കരൂർ സന്ദർശനത്തോടെയാണ് ഈ പര്യടനത്തിന് തുടക്കമാകുന്നത്. തമിഴ്നാട്ടിൽ നിലവിലെ സജീവമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിജയുടെ കരൂർ സന്ദർശനം രാഷ്ട്രീയപരമായും ഭരണപരമായും ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് നേരിൽ കണ്ട് അനുശോചനം അറിയിച്ചിരുന്നു. എന്നാൽ അന്ന് കരൂരിൽ നേരിട്ടെത്തി സന്ദർശനം നടത്താതെ കുടുംബങ്ങളെ ചെന്നൈയിൽ വിളിച്ചു വരുത്തിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സുരക്ഷാ മാർഗരേഖയും തിരഞ്ഞെടുപ്പ് വിജയവും. കരൂർ ദുരന്തത്തിന് പിന്നാലെ രാഷ്ട്രീയ പരിപാടികളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇത്തരം ഒത്തുചേരലുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തമിഴ്നാട് സർക്കാർ പ്രത്യേക മാർഗരേഖയും പുറത്തിറക്കി. ഈ സാഹചര്യങ്ങൾക്കിടയിലാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 മണ്ഡലങ്ങളിൽ വിജയിച്ച് തമിഴക വെട്രിക്കഴകം അധികാരത്തിലെത്തിയത്. DMK-യുമായി സഖ്യത്തിലുണ്ടായിരുന്ന കോൺഗ്രസ്, വിടുതലൈ ചിരുതൈകൾ കക്ഷി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇടതുപക്ഷ പാർട്ടികൾ എന്നിവരുടെ പിന്തുണയോടെയാണ് ടി.വി.കെ സർക്കാർ രൂപീകരിച്ചത്.